ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളിന്നൊരു മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പൊറാട്ടയ്ക്കും ചപ്പാത്തിക്കും പത്തിരിക്കും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി മുട്ട റോസ്റ്റാണ് കേട്ടോ. അതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, ഇത്ര സംഭവങ്ങളാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അരിഞ്ഞ് വെച്ചിട്ട് തക്കാളി, വലിയുള്ളി, ഇത്രയും സാധനങ്ങൾ. പിന്നെ ഈ വെല്ലുള്ളിയൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ് എടുക്കേണ്ടത്. പിന്നെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട, ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത്. ഓക്കെ, ഈ വെളുത്തുള്ളിയും പിന്നെ അതുപോലെ ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കുക. ചുവന്നുള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി, കുഴപ്പമില്ല. ചുവന്നുള്ളിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടിക്കോളും, കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പം ഈ കാണുന്ന ഇഞ്ചിയും കാര്യങ്ങളൊക്കെ ഈ കട്ടിങ് ബോർഡിൽ വെച്ച് ഞാൻ ചതച്ചിട്ട് എടുത്തിട്ടോ. പിന്നെ ഇതുപോലെ ഒരു മൺചട്ടി ഗ്യാസ് വെച്ചിട്ട് ഞാൻ മൺചട്ടിയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് ലേശം പിന്നെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുത്തു. ആ ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് മയക്കി വെച്ച ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒരു സ്മെല്ല് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ചും കൂടെ കരിവേപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടോ. ആ ഒരു കരിവേപ്പ് നേരത്തെ തന്നെ ഇട്ടാൽ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പെട്ടത്. എന്നിട്ട് ഇതൊന്ന് ഇതായിട്ട് വന്നിട്ട് ഒന്ന് വഴണ്ട് വന്നിട്ടാണ് അടുത്ത സംഭവങ്ങൾ ഇട്ട് കൊടുക്കുക. അതിലിട്ട് കൊടുത്തിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാണ് ഇത് തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെല്ലുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കി മൂടി വെച്ച് കൊടുക്കുക. അത് നല്ലൊന്ന് സെറ്റായി വന്നിട്ടാണ് ബാക്കി സംഭവങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഞാനിന്ന് പൊറാട്ടയാണ് വാങ്ങിച്ചിട്ടുള്ളത്, അതിലേക്കാണ് ഞാനിത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പ് എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കുന്നത്. ജസ്റ്റ് ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക. അപ്പോൾ തന്നെ അത് ജസ്റ്റായിട്ടൊന്ന് വഴണ്ട് കിട്ടും. അപ്പോഴാണ് അതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. കണ്ടപ്പോൾ കാണുമ്പോൾ തന്നെ കുറച്ച് നല്ലൊരു ലുക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എഗ്ഗല്ലേ, വേറെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ചിക്കൻ്റെ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ അതിലേക്ക് ലേശം ഒരു ഗരം മസാല പൊടിച്ച് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കുക. ഇനി ഈ ഒരു ടൈമിലാണ് നമ്മൾ മുളക് മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് മുളക്, നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ എരിവിനനുസരിച്ച് ലേശം മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള മുളകായിരുന്നു കേട്ടോ. അതുകൊണ്ട് 2 സ്പൂണ് ഒക്കെ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുട്ടിക്ക് കൊടുക്കുന്നതിനെ കൊണ്ട് കുറേ എരിവിടാൻ പറ്റില്ല. പിന്നെ ലേശം മഞ്ഞളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മഞ്ഞൾ കളറ് കുറവാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കളറില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കറിക്കും ഇതിനൊന്നും. എനിക്ക് നല്ല കുറച്ചൊരു മഞ്ഞ വേണം കേട്ടോ. വെള്ള കളറായിട്ട് നിൽക്കണ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതാണ് കേട്ടോ, കുറേ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ടോ. അപ്പം ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ എന്തായാലും വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ ഒരു തുള്ളി വെള്ളം പോയി അതിൽ ഒഴിച്ചിട്ടില്ല. ഒക്കെ ഉള്ളി തക്കാളി അതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ വേറെ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് വെക്കുന്നതിനെക്കാട്ടും രസം ഇതുപോലെ അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. വേറെ വെള്ളം വേണ്ടത് പിന്നെ നമ്മൾ വറ്റിച്ചെടുക്കരുത്. ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ അതിലേക്ക് നമ്മളെ പുഴുങ്ങി മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം മുട്ടയിൽ ഇതിൻ്റെ ഇതൊക്കെ പിടിക്കണമല്ലോ, എരിവും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഈ മുട്ട ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ ഇളക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. മുട്ട പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതാക്കി കൊടുക്കാൻ. കുറച്ച് ടൈം മൂടി വെച്ചപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്, നല്ല വെന്ത് ഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക കേട്ടോ. ഉപ്പില്ലെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ പിന്നീട് ഇട്ട് കൊടുക്കുമ്പോൾ സുഖം കിട്ടും. അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് എരിവും ഒക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എരിവ് ഞാൻ അധികം ഇതാക്കണമല്ല, പക്ഷെ ഉപ്പില്ലാണ്ട് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ലേശം കൂടെ ഉപ്പും കാര്യങ്ങളും ഇട്ട് അവിടെ തന്നെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, കാരണം നന്നായിട്ടിട്ട് എല്ലാം ചിലപ്പോൾ അരിഞ്ഞിട്ടില്ലെങ്കിലോ എന്നൊക്കെ വെച്ചിട്ട്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പിന്നെ മുട്ട റോസ്റ്റ്. സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഒന്ന്. ഇങ്ങനെ നമുക്ക് പൊറോട്ടയ്ക്ക് ചിക്കനൊക്കെ കൂട്ടാൻ പറ്റും.
അപ്പോൾ കുറച്ച് സമയം മൂടി വെച്ച ശേഷം തുറന്നു നോക്കിയപ്പോൾ നല്ല രസമുണ്ട്. അതുകൊണ്ടാണ് കാണാൻ വേണ്ടിയിട്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നല്ലൊരു ഉഷാറുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ. ടൊമാറ്റോ സോസ് ഇതിന് മസ്റ്റാണ് കേട്ടോ, നമ്മളെപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്കൊക്കെ ഒരു ആ എരിവും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ആയി കുറച്ചൊരു പൊടി ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും സോസാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയൊന്നും ചെയ്യാനല്ല, ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ചൂടാക്കി പിന്നെ തിളപ്പിച്ച് അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഈ എഗ്ഗ് പിന്നെ പൊട്ടാണ്ട് നോക്കുക നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത്. അപ്പം നമ്മൾ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, തരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എങ്ങനെയുണ്ട് നോക്കുക. ഓക്കെ, അപ്പം നല്ല പൊറോട്ടയാണ് കേട്ടോ അന്ന് കിട്ടിയ പൊറോട്ട. സോഫ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ എല്ലാ സമയത്തും പൊറോട്ട നന്നായി കിട്ടില്ല, പക്ഷേ ഈ സമയത്ത് നല്ല പൊറോട്ട തന്നെയായിരുന്നു കേട്ടോ. അപ്പം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമ്മളോട് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.